ഹായ് ഫ്രണ്ട്സ്, മാറ്റത്തിന് സമയമെടുക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ രൂപം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. വെറും 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ രൂപഭാവത്തിൽ എങ്ങനെ വലിയ മാറ്റം വരുത്താമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് നിങ്ങളെ വളരെ മികച്ചതാക്കി മാറ്റും. മിക്ക ആൺകുട്ടികൾക്കും അറിയാത്തതും അവർ നഷ്ടപ്പെടുന്നതുമായ ഒരു ഈസി ഹാക്കിലൂടെ നമുക്ക് ആരംഭിക്കാം. 1. ടിൻറ്റഡ് മോയ്സ്ചറൈസർ. എന്താണ് ടിൻറ്റഡ് മോയ്സ്ചറൈസർ? പൊതുവെ നിങ്ങളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും രാവിലെയും രാത്രിയും 2 തവണ ഉപയോഗിക്കണം. നിങ്ങൾ രാവിലെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖത്ത് സൂര്യാഘാതം മൂലമുണ്ടാകുന്ന പാടുകൾ മറയ്ക്കാൻ അത് സാധിക്കും. കൂടാതെ ചുളിവുകൾക്കും ഇത് പരിഹാരമാണ്. റിങ്കിൾസ്, പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ് എന്നിവയെല്ലാം കുറച്ച് കാണിക്കും. അത് കൂടുതൽ ആത്മവിശ്വാസം നേടാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ തുല്യമായി പുരട്ടുന്നുവെന്ന് ഉറപ്പാക്കണം. നിങ്ങളുടെ വിരലുകൾ കൊണ്ട് നന്നായി തേച്ചു പിടിപ്പിക്കണം. തീർച്ചയായും നിങ്ങളുടെ ചർമ്മം വളരെ അമേസിംഗ് ആയിട്ട് കാണപ്പെടും. 2. മാൻസ്കേപ്പിംഗ്. നിങ്ങളുടെ മുടി ട്രിം ചെയ്യുകയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. നിങ്ങളുടെ രൂപം നിങ്ങളെ ഷാർപ്പും കൂടുതൽ പ്രൊഫഷണലുമാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ക്ലീൻ എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പുരികം ശ്രദ്ധിക്കുക. അതുപോലെ മൂക്ക്, ചെവി, നെഞ്ച്, കൂടാതെ നിങ്ങളുടെ പുറകുഭാഗം ഇവയെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ തോളിൽ വലതുവശത്തും നെഞ്ചിലെ രോമങ്ങളും നന്നായി ട്രിം ചെയ്യണം. അതുകൊണ്ടുള്ള ഒരു ഗുണം നീളമുള്ള രോമങ്ങൾ നിങ്ങളുടെ ഷർട്ടിലൂടെ കുത്തിക്കയറില്ല എന്നതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നതായി കാണപ്പെടും. എന്നാൽ നിങ്ങളുടെ നെഞ്ചിലെ രോമങ്ങളെല്ലാം നീക്കം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളത് വൃത്തിയായി സൂക്ഷിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പുറകിലും തോളിലും നല്ല ഭംഗിയുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെയുള്ള രോമം നീക്കം ചെയ്യാൻ പറഞ്ഞത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലേസർ ഹെയർ റിമൂവൽസ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഇത് വളരെ മൂല്യമുള്ളതാണ്. നിങ്ങൾ കുറച്ച് തവണ അവിടെ പോയി അത് പൂർത്തിയാക്കിയ ശേഷം റേസർ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി നോക്കാം. നെഞ്ചിലെ രോമങ്ങൾ പോലെയല്ല തോളിലും പിറകിലുമുള്ള രോമങ്ങൾ. അവ ഒരിക്കലും നല്ലതായി തോന്നിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് പെർമനന്റ്ലി ഇല്ലാതാക്കാൻ കഴിയും. മറ്റ് ഭാഗങ്ങളും മറക്കരുതേ. ഉദാഹരണത്തിന്, ഞാൻ ഇടയ്ക്കിടെ എൻ്റെ കൈ ട്രിം ചെയ്യാറുണ്ട്. അത് വളരെ നീളമുള്ളതല്ലെന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം നിങ്ങൾ വൃത്തിയുള്ളവരാണെന്ന് കൂടി ഉറപ്പുവരുത്തുക. നമ്പർ 3. വർക്കൗട്ട്സ് പ്ലാനിംഗ്. നിങ്ങളുടെ വ്യായാമങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ വ്യായാമങ്ങൾ ജിമ്മിൽ മാത്രം കാണിക്കുകയും ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുകയും ചെയ്യരുത്. ഞാനിന്ന് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ചുറ്റും നോക്കാം. ജിമ്മിൽ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ മെഷീനിൽ നിന്ന് മെഷീനിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ശരിക്കും നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളൊരു വ്യായാമ ദിനചര്യയിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ വ്യായാമത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ പെട്ടെന്ന് അത് നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങളുടെ ശരീരം മാറാൻ തുടങ്ങും. നമ്പർ 4. ഹെയർ കട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തിളങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഒരു സലൂണിലേക്ക് പോകുക. നിങ്ങളുടെ മുഖത്തിന്റെ ആകൃതിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഹെയർ കട്ട് ചെയ്യുക. അത് നിങ്ങളുടെ താടിയല്ല് പോപ്പാക്കി നിങ്ങളെ ബെറ്റർ ആക്കും. നിങ്ങളുടെ തലമുടിയുടെ അരികുകൾ ട്രിം ചെയ്യുകയും ചെവിക്ക് മുകളിൽ രോമമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങളുടെ താടി വരിയാക്കുക. മുടി മുറിക്കുന്നത് ഒരു മനുഷ്യന്റെ സൂപ്പർ പവർ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിലൂടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ രൂപഭാവവും ലുക്കും മാറ്റാൻ സാധിക്കും. എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു. എൻ്റെ മുടിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരിക്കൽ ഞാനത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എത്രമാത്രം മെച്ചമുണ്ടായെന്ന് നിങ്ങളോട് പറയാൻ പോലും കഴിയില്ല. എൻ്റെ ഹെയർ സ്റ്റൈൽ യഥാർത്ഥത്തിൽ കൂളായിരിക്കും. അത് പെട്ടെന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എനിക്ക് നന്നായി തോന്നാനും നന്നായി കാണാനും ആത്മവിശ്വാസത്തോടെ ഇരിക്കാനും അത് സഹായിച്ചു. എന്നെപ്പോലെ നിങ്ങളും അത് അനുഭവിച്ചറിയണം. ഞാനൊരു മനുഷ്യനെന്ന നിലയിൽ ഒരു മികച്ച മനുഷ്യനായി മാറുകയാണ്. ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ തന്നെ ഒരു നല്ല വികാരമാണ് എനിക്കുണ്ടാകുക. നിങ്ങൾ വളരെ നന്നായി കാണപ്പെടും. ഞാൻ ഓക്കെയാണ്. എൻ്റെ ദിവസത്തിനായി ഞാൻ തയ്യാറാണ്. ഇൻ്റർവ്യൂക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വഴിയിൽ വരുന്ന ഏത് ബിസിനസ് അവസരത്തിനും ഞാൻ തയ്യാറാണ്. തുടങ്ങി നല്ല ഹെയർ കട്ട് നിങ്ങളുടെ സവിശേഷതകൾ ഷാർപ്പാക്കും. നിങ്ങളുടെ മുഖത്തെ ബാലൻസ് ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞത് 3-4 ആഴ്ചയിലെങ്കിലും നിങ്ങളുടെ മുടി ട്രിം ചെയ്യുക. അത് വലിയ മാറ്റമുണ്ടാക്കും. നമ്പർ 5. ഗെറ്റ് ഫേഷ്യൽസ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് മാസ്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാം. അത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങളൊരു യഥാർത്ഥ പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി ഒരു നാച്ചുറൽ ഫേഷ്യൽ പ്രൊസീജിയർ ചെയ്താൽ വരണ്ട ചർമ്മത്തിൽ നിന്ന് മുക്തി നേടാനാകും. അവർ ബ്രേക്ക് ഔട്ടുകളെ ശാന്തമാക്കുകയും ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യുകയും ചെയ്യും. കൂടാതെ ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നൽകുകയും ചെയ്യും. നിങ്ങൾക്കത് അവിശ്വസനീയമായി തോന്നാം. കാരണം ആൺകുട്ടികൾ ഇത് ശരിയായി ശീലിച്ചിട്ടില്ല. പൊതുവെ പെൺകുട്ടികളാണ് ഇത് ചെയ്യാറുള്ളത്.
പക്ഷേ വാസ്തവത്തിൽ വരണ്ട ചർമ്മമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് വരണ്ട ചർമ്മമുണ്ടെങ്കിൽ അത് പ്രത്യേകം കെയർ ചെയ്യണം. നിർജ്ജീവമായ ചർമ്മം നീക്കം ചെയ്യാൻ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ നടത്താം. നിങ്ങൾക്ക് പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വലിയ സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫേഷ്യൽ നിങ്ങളുടെ സുഷിരങ്ങളിലും മുഖക്കുരുക്കളിലും ബ്ലാക്ക് ഹെഡുകളിലും എണ്ണ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കും നീക്കം ചെയ്യും. നിങ്ങൾ ഇത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ 3 മാസത്തിലും ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ചർമ്മം വളരെ മികച്ചതായി കാണപ്പെടും. നമ്പർ 6, ഹാൻഡ്സ് ആൻഡ് നെയിൽസ്. നിങ്ങളുടെ നഖങ്ങൾ നന്നായി കെയർ ചെയ്യുന്നത് നിങ്ങളുടെ രൂപത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. വൃത്തികെട്ട നഖങ്ങളോ ജാഗിഡി നഖങ്ങളോ ഉള്ള ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ കണ്ടാൽ അവർ സ്വയം പരിപാലിക്കുന്നില്ല എന്ന് തോന്നും. ഈ വ്യക്തി ക്ലീൻ അല്ലെന്ന് നിങ്ങൾ കരുതും. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആരും പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടില്ല. അതിനാൽ നിങ്ങളൊരു നെയിൽ കിറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ നഖങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ക്ലിപ്പ് ചെയ്യുക. അവ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പ്ലേസിൽ പോകാം. നിങ്ങൾ ഫോണിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ആളുമായി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പങ്കാളിയുമായോ കാമുകിയുമായോ പുറത്തു പോകണമെങ്കിൽ നിങ്ങളുടെ നഖങ്ങൾ കൂടുതൽ വൃത്തിയാക്കുക. നമ്പർ 7, ഹെൽത്തി സ്നാക്സ്. നിങ്ങൾ കൂടുതൽ മികച്ചതായി കാണപ്പെടണമെങ്കിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കണം. ഐസ്ക്രീമിന് നല്ല രുചിയുണ്ട്, പക്ഷേ അതിൽ നിന്നും നിങ്ങളുടെ ചർമ്മത്തിനോ ശരീരത്തിനോ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കിട്ടില്ല. ഐസ്ക്രീമിന് പകരം ശീതീകരിച്ച തൈര് പോലെയുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. തൈര് നല്ല രുചിയുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ഐസ്ക്രീമിൽ നിന്ന് ലഭിക്കുന്ന പൂരിത കൊഴുപ്പിന്റെ 1/3 അതിലുണ്ട്. ഐസ്ക്രീമിൽ ഇല്ലാത്ത പോഷകങ്ങളും തൈരിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ചിപ്സ് ഇഷ്ടമാണെങ്കിൽ ആ എണ്ണ മുഴുവൻ കഴിക്കാതെ വറുത്തതിന് പകരം ചുട്ടവ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കാനാകും. നിങ്ങൾ പലചരക്ക് കടയിൽ പോകുമ്പോൾ അല്പം അച്ചടക്കം പാലിച്ചാൽ മാത്രം മതിയാകും. ചിപ്സിന് പകരം അല്പം ആരോഗ്യകരമായ എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ രൂപഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ വലിയ പ്രയത്നം ആവശ്യമായി വരില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം എത്ര പേർ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.